ഹലോ നമസ്കാരം. ഇന്ന് ടേസ്റ്റി ആൻസിൻ്റെ വിഭവമായിട്ട് വ്യത്യസ്തവും രുചികരവുമായിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്, നല്ല ടേസ്റ്റുമായിട്ടുള്ളതാണ് കേട്ടോ. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് 3 മുട്ടയാണ് എടുക്കുന്നത്. 3 മുട്ട വെച്ചിട്ട് ഉണ്ടാക്കിയാൽ തന്നെ ഒരു 4 പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും. അപ്പം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ സവോള കൊത്തിയരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിയില കൊത്തിയരിഞ്ഞത്, പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇടാം കേട്ടോ. ഞാനൊരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ. 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ടിട്ട് നമ്മൾ സാധാരണ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്ന പോലെ, ബീറ്റർ വെച്ചിട്ട് അടിക്കണമെന്നൊന്നുമില്ല, നമ്മൾ സാധാരണ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് അടിക്കുന്ന പോലെ അടിച്ചെടുത്തിട്ട് അത് നമുക്ക് ഒരു കുഴിയുള്ള പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് ആ കുഴിയുള്ള പാത്രത്തിൽ ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലോ ഇഡ്ഡലി തട്ടിലോ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കുക. കുഴിയുള്ള പാത്രത്തിൽ തന്നെ പ്രത്യേകം വെക്കണമെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കത് നമ്മുടെ പനീറൊക്കെ പോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു ഗ്രേവി വേണം. ആ ഗ്രേവിയിലേക്ക് നമുക്ക് വേണ്ടത് ഒരു സബോള, ഒരു 5-6 അണ്ടിപ്പരിപ്പ്, ഒരു 3 പച്ചമുളക്. എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂട്ടിയെടുക്കാം കേട്ടോ. ഒരു 4-5 വെളുത്തുള്ളി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. എനിക്ക് ഒരു മൈൽഡ് ടേസ്റ്റിൽ വെക്കാൻ വേണ്ടി ഇതേ അളവിൽ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കതൊരു അരച്ചെടുത്തിട്ട് പിന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ പശു നെയ്യാണ്. മറ്റേ ഓയിലിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ബട്ടറിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. വെളിച്ചെണ്ണ കൊണ്ട് ഉണ്ടാക്കിയോണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്താ വെച്ചാൽ അത് നോർത്ത് ഇന്ത്യൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണയേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് വരിക ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ആയാലാണ് കേട്ടോ. അതിലേക്ക് ഒരു 4 ഏലയ്ക്ക, ഒരു 2-4 ഗ്രാമ്പൂ, ഒരു 2-4 ചെറിയ കഷ്ണം പട്ടയും കൂടെ ഇട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഗ്രേവി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നമ്മൾ ഇളക്കി മീഡിയം തീയിലിട്ടിട്ട്, ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കണം, തീ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ആ ടേസ്റ്റ് മാറും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിത് നന്നായി ഇളക്കി ആ പച്ചമണമൊക്കെ മാറി വന്ന് കുറച്ച് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ മറ്റേ ചിക്കൻ മസാല, മീറ്റ് മസാല ആയാലും മതി, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു 2 ടീസ്പൂണ് യോഗട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അധികം പൊടിയില്ലാത്ത തൈര്. അതല്ല നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ ഒരു തക്കാളി അരച്ച് ചേർത്തി കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് തൈരാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് ഉപയോഗിക്കണം. പിന്നെ 1 ടീസ്പൂണ് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തി ചൂടാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല, അത് നേരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെയ്ത്. കാരണം ഇത് കറി ഓൾറെഡി ചൂടുള്ളതാണല്ലോ. അതെല്ലാം നിങ്ങൾക്ക് ഇറക്കണ സമയത്ത് ഒന്ന് ചൂടാക്കി ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ നേരിട്ട് ഇട്ട് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മളിത് വ്യത്യസ്തമായ എന്ന് ഞാൻ പറയാൻ കാരണം ഇത് നമ്മൾ പശുമ്പാലിലാണ് ഉണ്ടാക്കുന്നത്. 1 കപ്പ് പശുമ്പാൽ ഒഴിച്ചു കൊടുക്കുക. ആ പശുമ്പാലും ഈ മസാലയും കൂടെ ഒന്ന് നന്നായി ബ്ലെൻഡായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളൊരു ക്യൂബ്സ് പോലെ പനീറൊക്കെ മുറിച്ചെടുക്കുന്ന അതേ രീതിയിൽ മുറിച്ചിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് നന്നായി യോജിച്ച് വരണം. ഈ മുട്ടയും ആ ഗ്രേവി ആ മുട്ടയിലേക്കൊക്കെ പിടിച്ച് ഒന്ന് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഗരം മസാലപ്പൊടിയും മറ്റേ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പൊക്കെ നോക്കി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊരു വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ഒരു 1/4 ടീസ്പൂൺ വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അത് ആ ഫ്ലേവർ ഒന്ന് മുൻപ് നിൽക്കാൻ വേണ്ടിയിട്ട് പെരുംജീരകം കുരുമുളകും കൂടെ പൊടിച്ചതും പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഈ കറി ഇറക്കുകയാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും മറ്റേ പൊറോട്ടയുടെ കൂടെയും എല്ലാറ്റിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റിയ ഇതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. നമുക്ക് ഒരിക്കലും അത് മുട്ട കഴിക്കുന്ന ഒരു ഫീലല്ല വരിക. ശരിക്കും ഒരു പനീറൊക്കെ കഴിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇറക്കണ സമയത്ത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും നല്ലതാണ്. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. പിന്നെ എന്നിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തുകയാണെങ്കിൽ ഞങ്ങളുടെ പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും.